ട്രിപ്പിന്റെ ഫസ്റ്റില് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗാണ് ഗൈസ്, പറയുന്നത്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ഓട്ടോ ആണ് ഹോസ്റ്റലിൽ നിന്ന് ഫ്രണ്ട് ഗേറ്റ് വരെ പോയത്. നമ്മൾ 5-6 ആൾക്കാരുണ്ടായിരുന്നു. ലഗേജൊക്കെ കുത്തിത്തിക്കിയാണ് അവിടെ ഫ്രണ്ട് ഗേറ്റ് വരെ എത്തിയത്. അപ്പോൾ അവിടെ ശ്രുതകീർത്തി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രുതേൻ്റെ പുറകെ ഫോട്ടോ എടുത്തു, പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമുക്ക് മൂന്നാൾക്കും ഒരു വലിയ ഐഡിയ തോന്നി. നമ്മൾ എന്ത് ചെയ്തു, ഇവരെ വരുന്നതിന് മുന്നേ നമ്മൾ മൂന്നാളും നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ട് ഫ്രണ്ട് ഗേറ്റ് വരെ വേഗം പോയി നിൽക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളവിടെ എത്തി. ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് സംഭവം നമ്മൾ കണ്ടത്. ഗൈസ്, നമ്മളൊന്ന് ചെറുതായിട്ട് മുഞ്ചി. നമ്മളൊന്നുകൂടി ഹോസ്റ്റലിൽ പോവാണ്. നമ്മൾ വാങ്ങിയ ഫുഡ് എടുക്കാൻ പറഞ്ഞു. അതെ ഗൈസ്, ബസ്സിൽ കയറുമ്പോഴാണ് അക്ഷയ ഒന്ന് കവർ എണ്ണി നോക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫുഡിൻ്റെ കവർ എടുത്തിട്ടില്ല. അതും പറഞ്ഞുകൊണ്ട് ഞാനും അക്ഷയും പുറത്തേക്കും ഇറങ്ങി. നോക്കുമ്പോണ്ട് ബസ്സിൽ ആദ്യം കയറി സീറ്റ് പിടിച്ച ശ്രുതകീർത്തി നിങ്ങളില്ലാതെ എങ്ങനെ ഞാൻ ടൂർ പോവിടാമെന്നും പറഞ്ഞിട്ട് ഓടുന്ന ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ പോയി ഫുഡ് എടുത്തു. അപ്പോഴത്തേക്ക് തന്നെ ബാക്കി എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ ബസ്സിൽ തന്നെ പോയി. അപ്പോൾ പിന്നെ നമ്മൾ മൂന്നാളും കൂടി വേറൊരു ബസ്സിൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എസ്തെറ്റിക്കാന്ന് പറയാൻ തക്ക വണ്ണം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. കോപ്രായങ്ങൾ അല്ലാണ്ട് അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് വന്നതിനേക്കാളും വലിയ മൂഞ്ചലായിരുന്നു ട്രെയിൻ യാത്രയാണ്. കാരണം ഞങ്ങളെ ടിക്കറ്റ് കൺഫേംഡ് അല്ലായിരുന്നു. എല്ലാം പോസിറ്റീവായിട്ട് കഴിക്കും. നമ്മളങ്ങനെ തലശ്ശേരി എത്തി. നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛനും അമ്മയും ഫുഡ് നമുക്ക് കൊണ്ടുതരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതന്നു. ബിരിയാണി ആയിരുന്നു കൊണ്ടുതന്നു. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു സാധനം കൂടി കൊണ്ടുതന്നു. ഡയറക്റ്റ് നമ്മളതിൻ്റെ ഹേർട്ടൊക്കെ കോപ്പി ചെയ്തു. വെരി ഹാപ്പി. അമ്മയാണ്, വേറെ ആരുമില്ല. അമ്മയൊക്കെ തരുക. ആക്ച്വലി ആ ഹാർട്ട് കാണിച്ചായിരുന്നേ. ആ ഹാർട്ടിനെ ആരും കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ഡയറി മിൽക്ക് കഴിച്ചു, ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബട്ട് ദ സാഡ് ട്രൂത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനും ശ്രുതകീർത്തിയും പിന്നെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സും വേറൊരു S1 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതൊരു സീൻ കമ്പാർട്ട്മെൻറ്റായിരുന്നു. സീറ്റിന് വേണ്ടി കണ്ട നോർത്ത് ഇന്ത്യൻസിനോടൊക്കെ അടിയും കുത്തും കഴിഞ്ഞ് ഞാനും ശ്രുതകീർത്തിയും 2 ദിവസം അതിനകത്ത് കഴിഞ്ഞു കൂട്ടി. അങ്ങനെ നമ്മൾ ആഗ്ര എത്താറായപ്പോൾ നല്ല തണുപ്പായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ആഗ്രാഖാൻ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ നമ്മൾ അലോട്ട് ചെയ്ത ബസ്സിൽ കയറി നമ്മൾ റൂമിലെത്തിയപ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ തന്നെ പറ്റിയത്. ഇനി നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അത് അടുത്ത വീഡിയോയിലുള്ള. സോ ബൈ ഫ്രം ദ ഫസ്റ്റ് യു.